എല്ലാവർക്കും നമസ്കാരം. നിങ്ങളൊന്ന് ചിന്തിക്കുക, പണം കൊടുത്ത് പണി വാങ്ങണോ? സാമ്പത്തിക ലാഭം വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരെ ക്ഷണിക്കുന്ന തട്ടിപ്പുകളിൽ കൂടുതലും നടക്കുന്നത് ഇന്ന് സമൂഹ മാധ്യമങ്ങളാണ്. സമൂഹ മാധ്യമങ്ങളിലെ പരസ്യങ്ങളുടെ വലയിലാക്കുന്നവരെ വളരെ പെട്ടെന്ന് വൻതുക കരസ്ഥമാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. ഇതിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നവരെ ടെലഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ചേരാൻ ഈ തട്ടിപ്പുകാർ പ്രേരിപ്പിക്കുന്നു. തങ്ങൾക്ക് ലഭിച്ച വൻ തുകയുടെ മറ്റു കണക്കുകളാകും ഈ ഗ്രൂപ്പിൽ മറ്റംഗങ്ങൾക്ക് പറയാനുണ്ടാവുക. അവർ പണം ലഭിച്ചു എന്ന് തെളിയിക്കാൻ സ്ക്രീൻഷോട്ടുകളും മറ്റും നമുക്ക് പങ്കുവയ്ക്കും. എന്നാൽ ആ ഗ്രൂപ്പിൽ നിങ്ങളൊഴികെ ബാക്കി എല്ലാവരും തട്ടിപ്പുകാരുടെ ആൾക്കാരാണെന്ന കാര്യം നമ്മൾ ഒരിക്കലും അറിയുകയില്ല എന്നുള്ളതാണ് സത്യം. തുടർന്ന് ഒരു വ്യാജ വെബ്സൈറ്റ് കാണിച്ച് അതിലൂടെ നിക്ഷേപം നടത്താൻ നമ്മളോട് ആവശ്യപ്പെടുന്നു. മിക്ക തട്ടിപ്പുകളും ഏതാണ്ട് സമാനമായ രീതിയിലാണ് നടക്കുന്നത്. തുടക്കത്തിൽ ചെറിയ തുക നിക്ഷേപിക്കുന്നവർ പോലും തട്ടിപ്പുകാർ അമിത ലാഭം നൽകും. ഇതോടെ തട്ടിപ്പുകാരിൽ നമ്മൾക്ക് കൂടുതൽ വിശ്വാസമാകും. നിക്ഷേപിച്ചതിനേക്കാൾ 2-3 ഇരട്ടി ലാഭം ലഭിച്ചാൽ പിന്നീട് സ്ക്രീൻഷോട്ട് നൽകും. എന്നാൽ ഇത് സ്ക്രീൻഷോട്ട് മാത്രമാണെന്നും പിൻവലിക്കാനാകില്ലെന്നും നിക്ഷേപകർക്ക് വൈകിയാണ് മനസ്സിലാകുന്നത്. നമ്മൾ പണം പിൻവലിക്കാൻ ആഗ്രഹിക്കുമ്പോൾ GSTയുടെയും നികുതിയുടെയും മറവിൽ തട്ടിപ്പുകാർ കൂടുതൽ പണം നമ്മളോട് ആവശ്യപ്പെടുകയും തട്ടിയെടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾക്ക് ലഭിച്ചതായി കാണിക്കുന്ന വൻ തുക സ്ക്രീനിൽ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ. ഒരിക്കലും ആ തുക നിങ്ങൾക്ക് പിൻവലിക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ അത് തിരിച്ചറിയുക. തട്ടിപ്പിന് നിങ്ങൾ ഇരയാകുന്നതിൽ അതിന് അവസരം കൊടുക്കാതെ വിവേകപൂർവ്വം പെരുമാറുന്നതാണ്. ഓൺലൈനിൽ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ 1 മണിക്കൂറിനകം ഗോൾഡൻ അവർ എന്ന് പറയും 1930 എന്ന നമ്പറിൽ സൈബർ പോലീസ് അറിയിക്കുക. എത്ര നേരത്തെ റിപ്പോർട്ട് ചെയ്താൽ തട്ടിപ്പിന് ഇരയായ വ്യക്തിക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ച് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ www.cybercrime.government.in എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു തട്ടിപ്പാണ് ഓൺലൈൻ ന്യൂട്രീഷൻ ബിസിനസ് എന്ന് പറഞ്ഞ് ഒരുപാട് ആഡ്സ് വരും. ഇതിലും ഇതുപോലെയാണ്. ഇവർക്ക് മാസം 50,000 രൂപ മുതൽ വീട്ടിലിരുന്ന് സമ്പാദിക്കാനാണ് ഇവരുടെ ഓൺലൈൻ വെബ്സൈറ്റ്. ഇതിൽ വൺ സെലിബ്രിറ്റികളുടെ ഫോട്ടോയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇവർക്കൊരു 50,000 പോയിട്ട് ഒരു 5,000 രൂപ പോലും മാസം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെയുള്ള ആഡ്സ് കണ്ടു കഴിഞ്ഞാൽ വളരെ ബുദ്ധിപൂർവ്വം ചിന്തിച്ച ശേഷം മാത്രമേ ജോയിൻ ചെയ്യാവുള്ളൂ. ഇതുപോലെ തന്നെ ഞാൻ 40,000 രൂപയുടെ പ്രോഡക്റ്റ് എടുത്തിട്ട് അവസാനം റീഫണ്ട് ചെയ്യാൻ ഞാൻ ചേർന്ന ടീമിൽ സമീപിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ് റീഫണ്ട് പ്രോസസ് ചെയ്തില്ല, 1 മാസത്തിനുള്ളിൽ റീഫണ്ട് ചെയ്യണമെന്ന്. അവസാനം ഞാൻ ആ കമ്പനിയുടെ വെബ്സൈറ്റ് നോക്കിയപ്പോൾ 12 months റീഫണ്ട് പോളിസി ഉണ്ട്. അങ്ങനെ ഞാൻ കമ്പനിക്ക് മെയിൽ ചെയ്യുകയും അങ്ങനെയാണ് എനിക്ക് റീഫണ്ട് ചെയ്യാൻ പറ്റിയത്. എന്നിട്ടും 40,000 രൂപയുടെ പ്രോഡക്റ്റ് ഞാൻ റിട്ടേൺ ചെയ്തിട്ട് എനിക്ക് 30,000 രൂപയെ കിട്ടിയുള്ളൂ. അവിടെ 30,000 രൂപയുടെ പ്രോഡക്റ്റ് ചെന്നിട്ടുള്ളതെന്നാണ് അവർ പറയുന്നത്. 10,000 രൂപ എനിക്ക് നഷ്ടപ്പെട്ട സ്ഥിതിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലുള്ള ഓൺലൈൻ ബിസിനസ്സുകളിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പായി വളരെയധികം വിവേകപൂർവ്വം ചിന്തിച്ച ശേഷം മാത്രമേ ജോയിൻ ചെയ്യാവുള്ളൂ. ഇവരുടെ ആഡ്സോ ഇവരുടെ വരുമാനത്തിൻ്റെ സ്ക്രീൻഷോട്ടുകളോ ബാങ്കിൽ ഇത്തരമുള്ള ഇവർക്ക് ക്രെഡിറ്റ് ആയി എന്നുള്ള സ്ക്രീൻഷോട്ടുകളോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളിപ്പോൾ ജോയിൻ ചെയ്യരുത്. ഇവർ പറയുന്ന ടീമിലുള്ള പൈസ കിട്ടിയെന്ന് പറയുന്ന എല്ലാവരും ഇവരുടെ അണ്ടറിൽ വർക്ക് ചെയ്യുന്നവരാണ്. അതെല്ലാം വ്യാജ സ്ക്രീൻഷോട്ടുകളാണ്. ഇപ്പം ഏറ്റവും കൂടുതൽ ഓൺലൈൻ തട്ടിപ്പുകൾ നടക്കുന്ന നമ്മുടെ കേരളത്തിലാണെന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുക. മലയാളികളാണ് ഏറ്റവും കൂടുതൽ ഓൺലൈൻ തട്ടിപ്പിന് പിന്നിൽ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഏറ്റവും കൂടുതൽ ഓൺലൈൻ തട്ടിപ്പുകൾ നടത്തുന്നത് ഇപ്പം മലയാളികളാണ്. പണ്ട് നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിൽ ഇപ്പോൾ മലയാളികളാണ് ഇപ്പോൾ ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ നടത്തുകയും വിസ തട്ടിപ്പ് പോലെ തന്നെ ഓൺലൈനിൽ പൈസ തട്ടിയെടുക്കുകയും ചെയ്യുന്ന മലയാളികളാണ്. നമ്മളിപ്പോൾ പരാതിപ്പെട്ട് കഴിഞ്ഞാലും ഉടനെ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പൈസ തിരിച്ചു കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ പൈസ എന്നാ കിട്ടുന്നതെന്ന് പറയാൻ പറ്റില്ല, ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിരിക്കുക. അതുകൊണ്ട് വിവേകപൂർവ്വം ചിന്തിക്കുക. ഇതുപോലുള്ള തട്ടിപ്പുകളിൽ നിങ്ങളാരും പെടാതിരിക്കുക. സ്റ്റേ ഗുഡ് ആൻഡ് സ്റ്റേ ഹാപ്പി ഓൾവേസ്.